BSOC 131 സോഷ്യോളജി എന്ന വിഷയത്തിൻ്റെ സോഷ്യലൈസേഷൻ, സാമൂഹീകരണം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുവരെ നടന്ന ചർച്ചകളിൽ സോഷ്യോളജി എന്ന വിഷയത്തിൻ്റെ പല തലങ്ങളിലുള്ള അടിസ്ഥാനപരമായ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സാമൂഹീകരണമാണ്. സോഷ്യോളജി എന്ന പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കുന്നു. ഒരു സമൂഹമായി ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന അറിവും അവൻ്റെ അനുഭവങ്ങളും അതിൻ്റെ സംഘാടകത്വവും അത് ആ മനുഷ്യനെ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല സാമൂഹിക ജീവിയാക്കി മാറ്റുന്ന ആ പ്രക്രിയയെക്കുറിച്ചുള്ള പഠനമായിരുന്നു. ഇപ്പോൾ സാമൂഹീകരണം എന്ന ഭാഗത്ത് എന്താണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സാമൂഹീകരണം എന്ന പ്രവർത്തനത്തിലൂടെ നേടുന്നത്? അപ്പോൾ ചെറിയ ഒരു കുട്ടി ഒരു സമൂഹത്തിൽ ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴും ആ സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട്, ഒരു ഘടകമായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ ആ സമൂഹം അനുവർത്തിക്കുന്ന രീതികൾ, ആ സമൂഹത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സ്വഭാവവിശേഷങ്ങൾ എല്ലാം അറിഞ്ഞും കണ്ടും അനുഭവിച്ചും പഠിച്ചും സ്വായത്തമാക്കി വരുന്ന ഒരു കുഞ്ഞ് ആണ് ഭാവിയിൽ ആ സമൂഹത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരാളായി മാറുന്നത്. അപ്പോൾ ഈ സാമൂഹീകരണ പ്രക്രിയയിലെ ഓരോ സമൂഹത്തിനും അവരുടെ പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ മുതൽ, ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ മുതൽ ആ സമൂഹത്തിൻ്റെ സ്വഭാവവിശേഷതകൾ ആർജിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആ സമൂഹം തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ നിരീക്ഷണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, അവർ ആർജിക്കുന്ന അറിവുകളിലൂടെ ആ സാമൂഹീകരണം എന്ന പറയുന്ന പ്രക്രിയ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക ശാസ്ത്രം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സാമൂഹീകരണം എന്ന പ്രക്രിയയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും അത് എങ്ങനെയാണ് നടപ്പിൽ വരുത്തുന്നതെന്നുള്ളതിനെക്കുറിച്ചും ഏതൊക്കെ ഘടകങ്ങളാണ് അതിനെ ബാധിക്കുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സാമൂഹീകരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 തരത്തിലാണ് നമ്മളതിനെ വിവക്ഷിക്കുന്നത്. 4 രീതിയിലുള്ള സാമൂഹീകരണം ഉള്ളതായിട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അതിലൊന്നാണ് പ്രൈമറി സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള സാമൂഹീകരണം. എന്താണ് ഈ പ്രാഥമികമായിട്ടുള്ള സാമൂഹീകരണം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശൈശവ കാലഘട്ടം മുതൽ ബാല്യകാലം വരെ, അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു ശിശുവായി ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അതിൻ്റെ ബാല്യകാലം തീരുന്നത് വരെയുള്ള സമയങ്ങളിൽ അവൻ്റെ സ്വഭാവത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട പല ഘടകങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആ സമയത്തായിരിക്കും. ശരിക്കും പറയാറുണ്ട്, 7 വയസ്സിനുള്ളിൽ ആ കുട്ടി എന്താണെന്ന്, ആ ഭാവിയിൽ ആ കുട്ടി എന്തായി മാറുമെന്നുള്ളതെല്ലാം എഴുതപ്പെട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു തെളിഞ്ഞ സ്ലേറ്റ് പോലെയാണ്. തെളിഞ്ഞ വെള്ളം പോലെ, ഒന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് പോലെ വളരെ വ്യക്തമാണ്. അവിടെ എഴുതി ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് വളർന്ന് ഒരു വ്യക്തിയായും ഒരു സമൂഹ ജീവിയായും മാറുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് സവിശേഷതകൾ എന്ന് പറയുന്നത് എഴുതപ്പെടുന്നത് ഈ ചെറിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു ശിശു എന്ന കാലം മുതൽ ശൈശവം, ബാല്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഒരു 6-7 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ആ കുഞ്ഞിന് കിട്ടുന്ന അനുഭവങ്ങൾ. അപ്പം ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ സമൂഹത്തിലും പൊതുവെ കുഞ്ഞുങ്ങളോട് വളരെയധികം കുഞ്ഞുങ്ങളെ വളരെയധികം വാത്സല്യത്തോടു കൂടിയാണ് നമ്മൾ വളർത്തുന്നത്.
ധാരാളം സ്നേഹവും പരിചരണവും കരുതലും ഒക്കെ കൊടുത്താണ് കുഞ്ഞിനെ വളർത്തുന്നത്. എന്തുകൊണ്ട് ഈ സ്നേഹവും പരിചരണവും വാത്സല്യവും ഒക്കെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ ഈ മനുഷ്യ ശിശുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ശരിക്കും ദുർബലനായിട്ടുള്ള ഒരു ശിശുവാണ് മനുഷ്യ ശിശു എന്ന് പറയുന്നത്. കാരണം മറ്റു പല ജീവജാലങ്ങളെയും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ജനനത്തിൻ്റെ തുടർ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെതായ ആ സമൂഹത്തിൻ്റെ സ്വഭാവവിശേഷതകൾ ആർജിച്ചുകൊണ്ട് ആ ഒരു സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് മാറാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ മനുഷ്യ ശിശു ഏറ്റവും ദുർബലനായി ജനിക്കുകയും ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടവും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ തൻ്റെ കുടുംബവുമായിട്ട് ചേർന്ന് കൊണ്ട് പോവുകയാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ആർജിക്കും വരെ ഈ കുഞ്ഞ് തൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ തണലിലും ബന്ധുമിത്രാദികളുടെയും തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിൻ്റെയും തണലിൽ അതിൻ്റെ എല്ലാ കരുതലുകളും ഏറ്റ് വളരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കരുതലുകളിലൂടെ അല്ലെങ്കിൽ ഈ സ്നേഹത്തിലൂടെ ആ കുഞ്ഞ് ആർജിക്കുന്ന, കണ്ടെത്തുന്ന, മനസ്സിലാക്കുന്ന ഒരുപാട് സ്വഭാവവിശേഷങ്ങളുണ്ട്. തൻ്റെ സമൂഹത്തിലുള്ളവർ എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നത്, എന്തൊക്കെയാണ് അവരുടെ സ്വഭാവ സവിശേഷതകൾ, എന്തൊക്കെയാണ് അവരുടെ ആഹാര രീതികൾ എന്തെല്ലാമാണ്, ആചാരങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അതിനനുബന്ധമായിട്ട് തൻ്റെ ചുറ്റും നടക്കുന്ന കാഴ്ചകളും കണ്ട് അതിൻ്റെ ഒരു ദൃശ്യത്തെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് തനിക്ക് കിട്ടുന്ന അനുഭവങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത്. അപ്പം അത്തരമൊരു വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഈ ശൈശവ കാലഘട്ടത്തിൽ ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല അനുഭവമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞ് നല്ല ഒരു സാമൂഹിക ജീവിയായി അല്ലെങ്കിൽ ഒരു സാമൂഹീകരണ പ്രക്രിയയുടെ ഏറ്റവും ഉദാത്തമായ ഒരു സമ്പത്തായിട്ട് ആ കുഞ്ഞ് മാറുന്നതായിരിക്കും. അപ്പം തൻ്റെ കുടുംബത്തിൽ നിന്ന് അവന് കിട്ടുന്ന സ്നേഹം, പരിചരണം, തൻ്റെ കുടുംബത്തിലെ മുതിർന്നവർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ, സഹജീവികളോടുള്ള പെരുമാറ്റം, അപ്പോൾ സാമൂഹീകരണം അല്ലെങ്കിൽ സമൂഹമെന്ന കാഴ്ചപ്പാട് പോലും കുഞ്ഞ് നോക്കിക്കാണുകയാണ്. അപ്പോൾ ശൈശവത്തിൽ നിന്നും കൂടുതൽ പരിഗണനയുള്ള ശൈശവ കാലഘട്ടത്തിൽ നിന്നും കുറച്ചുകൂടി സ്വാതന്ത്ര്യം അർഹിക്കുന്ന ബാല്യകാലത്തിലൂടെ കടന്ന് പോകുമ്പോൾ ചുറ്റുപാടുകളെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ബാല്യകാലത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ കൂടുതൽ തീക്ഷ്ണവും തിക്തവുമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരും കാലങ്ങളിൽ അവൻ്റെ സ്വഭാവത്തിൽ അവനൊരു സാമൂഹിക ജീവിയായി മാറുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ഭാഗമായി സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്ന ഒരു നിലയിലേക്ക് ഉയരുന്ന സമയത്ത് ഈ ബാല്യകാലത്തും ശൈശവകാലത്തും തൻ്റെ മനസ്സിലും ശരീരത്തിലും ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ ഒരിക്കലും ഉണങ്ങാത്ത പാടുകളായിട്ടും അതിൻ്റെ തിരിശേഷിപ്പുകളും അവശേഷിപ്പുകളും ആ സമൂഹത്തിൽ, അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ അവനിലൂടെ പുറത്തേക്ക് വന്ന് അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന അല്ല പ്രാഥമികമായിട്ടുള്ള ഒരു സാമൂഹീകരണം എന്ന പ്രക്രിയയെക്കുറിച്ച് പറയാനുള്ളത്. ബാല്യം മുതൽ ശൈശവകാലം വരെ തൻ്റെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അറിഞ്ഞും കണ്ടും കേട്ടും പഠിച്ച് സ്വായത്തമാക്കുന്ന ഒരു സമൂഹ ജീവിയായി ജീവിക്കണമെന്ന ആ ഒരാശയം അല്ലെങ്കിൽ ആ ഒരു ധാരണ അവൻ്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് പ്രാഥമികമായിട്ടുള്ള സാമൂഹ്യീകരണം എന്ന് പറയും. അടുത്തത് സെക്കൻഡറി സോഷ്യലൈസേഷൻ. അടുത്ത ദ്വിതീയ സ്ഥാനത്തുള്ള ഒരു സാമൂഹ്യകരണം, രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു സാമൂഹ്യീകരണ പ്രക്രിയയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശൈശവ കാലഘട്ടത്തിൽ നിന്നും കുറച്ചും കൂടെ ഒരു ചൈൽഡ്ഹുഡും കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് അഡോളസൻസ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ ശരിക്കും ചെറിയ കുഞ്ഞ് ഒരു ശൈശവ കാലഘട്ടം കഴിഞ്ഞൊരു ബാല്യത്തിൽ നിന്നും കുറച്ചും കൂടെ മുതിരുമ്പോഴത്തേക്ക് സ്കൂളെന്ന് പറയുന്ന, അതായത് അതുവരെ അവൻ കുടുംബം എന്ന് പറയുന്ന ഒരു ഏജൻസിയിലായിരുന്നു ഉണ്ടായിരുന്നത്, കുടുംബം എന്ന് പറയുന്ന സംഘടനയിലായിരുന്നു അവനുണ്ടായിരുന്നത്, എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവൻ പ്രവർത്തിച്ചത്. അപ്പൊ ആ കുടുംബത്തിൽ നിന്നും സ്കൂളെന്ന് പറയുന്ന സമൂഹത്തിന്റെ മറ്റൊരു ചെറുപതിപ്പിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവന് ധാരാളം കൂട്ടുകാരെ കിട്ടുന്നു, അധ്യാപകരുണ്ടാകുന്നു. ഇതുവരെ അച്ഛനമ്മമാരും ബന്ധുമിത്രാദികളും കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം, പരിചരണം, കരുതല് മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു നിലവാരത്തിൽ മറ്റൊരു സമൂഹത്തിന്റെ ഒരു ചെറുപതിപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അവൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാനും അല്ലെങ്കിൽ ആ
കൊടുക്കൽ വാങ്ങലുകളും സ്നേഹവും കരുതലുകളും തന്നെപ്പോലെ അർഹിക്കുന്ന അവനെപ്പോലെ തന്നെയുള്ള ഒരു സമൂഹത്തിനിടയിലേക്ക് അവൻ ചെല്ലുകയാണ്. അപ്പോൾ ഒരേ പ്രായമുള്ള കുട്ടികളുടെ ഒരേ വൈകാരിക വിചാര രീതികളൊക്കെ ഉള്ള ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടത്, തൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ താൻ ഏതൊക്കെ രീതിയിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് വേണം ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ നിലനിന്ന് പോകാൻ എന്ന ഒരു പാഠമാണ് ശരിക്കും ഈ സ്കൂൾ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ദ്വിതീയ സാമൂഹീകരണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടി അനുഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായ വളർച്ചയുടേതായിട്ടുള്ള പല പ്രത്യേകതകളും ആ സമയത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വളർച്ചയുടെ പല ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന മാനസികമായ തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആ സമയത്ത് ഒരു സാമൂഹീകരണ പ്രക്രിയയിൽ അവരെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കാരണം സമൂഹത്തിൻ്റെ കുറച്ചുകൂടെ വിസ്തൃതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിമിലേക്കാണ് ആ കുട്ടികൾ എത്തപ്പെടുന്നത്. ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഇതുവരെ തൻ്റെ വീടിനുള്ളിൽ ഒതുങ്ങിയിരുന്ന ചെറു സമൂഹത്തിൽ നിന്നും വളരെ വിസ്തൃതമായ സമൂഹം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ആ കുഞ്ഞ് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, അതായത് പുരുഷൻ സ്ത്രീ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു വ്യത്യാസം അതനുസരിച്ച് വളർച്ചയുടെ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന മാനസികവും ശാരീരികമായ വ്യതിയാനങ്ങൾ രണ്ട് കൂട്ടർക്കും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു സാമൂഹീകരണ പ്രക്രിയ നടക്കുന്നു. അപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ പെൺകുട്ടികൾ എപ്പോഴും പാവകളൊക്കെ വെച്ച് ബാർബി ഡോളും ഒക്കെ വെച്ചിട്ട് കളിക്കാനായിട്ട് ശ്രമിച്ചു. അവരുടെ കളികളുടെ രീതികൾക്ക് ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ആൺകുട്ടികൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ടോയ് കാറുകളും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വെച്ച് കളിക്കാനും അങ്ങനെയുള്ള ഒരു. അപ്പോൾ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ആ കളിക്കുന്നതിൻ്റെ പോലും രീതികൾക്ക് മാറ്റം വരികയാണ്, കളികളിൽ പോലും വ്യത്യാസം വരികയാണ്, അവരുടെ ചിന്തകൾ മാറുകയാണ്, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആൺപെൺ വേർതിരിവിലേക്ക് വരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ആൺകുട്ടി എന്ന തലയിലും ഒരു പെൺകുട്ടി എന്ന നിലയിലും അവരുടെ മാനസികമായ വളർച്ചകൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വളർച്ചകൾ, അതുപോലെ അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ഒരു വളർച്ച, അതായത് ആ സമൂഹത്തിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ അവരെ അനുവർത്തിക്കേണ്ടുന്ന റോളുകൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്ത വരാൻ ഒരു പെൺകുട്ടി ഒരു മകളായി ജനിക്കുന്ന ഒരു പെൺകുട്ടി ഒരു സഹോദരിയായും ഒരു ഭാര്യയായും പിന്നീട് അമ്മയായും അമ്മുമ്മയായും ഒക്കെ പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഒരു ആൺകുട്ടി എന്ന് പറയുന്നത് പിന്നെ അച്ഛനായും സഹോദരനായും വീണ്ടും മുത്തച്ഛനായും ഒക്കെ മാറുന്ന ഈ പരിവർത്തനം സമൂഹത്തിൽ അവരുടെ ഒരു സ്ഥാനത്തിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് ചെന്നുപെടാനുള്ള ഒരു താല്പര്യവും അവരുടേതായിട്ടുള്ള പൊതുവായ താല്പര്യങ്ങൾ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വിശദമായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സാമൂഹീകരണമാണ് ഈ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നടക്കുന്നത്. അടുത്തത് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ റോബർട്ട് മർട്ടനൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്നതിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമായ ചില സ്വഭാവ സവിശേഷതകൾ നിർബന്ധപൂർവം അവരിൽ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സാമൂഹികരണ പ്രക്രിയയെ നമുക്ക് ഈ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അത് വളരെ ബോധപൂർവമാണ് നടത്തുന്നതാണ്, ബോധപൂർവം അവരെ സാമൂഹീകരിക്കുകയാണ്. അപ്പം അവർ ഭാവിയിൽ എത്തിപ്പെടേണ്ട ആ സമൂഹം പ്രതീക്ഷിക്കുന്ന ആ സ്വഭാവ സവിശേഷതകൾ ബോധപൂർവം ഇവരിലേക്ക് കൊണ്ടുവരികയും അവരെ ആ രീതിയിലേക്ക് പരിശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ആ സമൂഹത്തിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് ആ സമൂഹവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് അവർക്ക് സാധിക്കും. ഇതാണ് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്ന് റീസോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു പുനർ സാമൂഹീകരണമാണ്. അപ്പം നിലവിൽ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ മാറ്റി
അത് നല്ലതോ ചീത്തയോ ആകട്ടെ, ആ സ്വഭാവ സവിശേഷതകളെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് പുതിയ ചില സ്വഭാവ സവിശേഷതകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു പുതിയ സാമൂഹീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതിനെയാണ് റീസോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പുനർ സാമൂഹീകരണം എന്ന് പറയുന്നത്. മറ്റൊന്ന് അഡൽട്ട് സോഷ്യലൈസേഷൻ. എന്താണ് ഈ അഡൽട്ട് സോഷ്യലൈസേഷൻ? നമ്മൾ നേരത്തെ പറയുകയുണ്ടായിരുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവരേതെല്ലാം റോളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞായി ജനിക്കുന്നു, എല്ലാ സ്നേഹത്തിൻ്റെയും തണലുകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ പരിലാളനകളിലൂടെയും ചിലപ്പോൾ വിപരീതമായിട്ടുള്ള മറ്റൊരു സാഹചര്യങ്ങളിലൂടെ, തിക്തമായ സാഹചര്യങ്ങളിലൂടെ വളരുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പം ഏത് തന്നെയായാലും അവരുടെ ബാല്യകാലത്തിൽ അവർക്ക് അനുഭവവേദ്യമായിട്ടുള്ള അനുഭവങ്ങൾ, അതിൽ നിന്നും അവർ ഒരു വിദ്യാർത്ഥിയായി മാറുന്നു. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മകനായി, മകളായി, പിന്നീട് ഒരു ഭർത്താവായി, ഭാര്യയായി, അതുപോലെ അമ്മയായി, അച്ഛനായി, അപ്പൂപ്പനായി, അമ്മൂമ്മയായി, ഇങ്ങനെയുള്ള ഈ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിവർത്തനത്തിന്റെ ഓരോ സമയങ്ങളിലും അവരിൽ നിയുക്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല ഒരു മകനായിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു ജോലിക്കാരനാകുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭർത്താവായിരിക്കുമ്പോൾ അവരിൽ നിന്ന് ആ സമൂഹം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബം പ്രതീക്ഷിക്കുന്നത്, അവരൊരു അച്ഛനാകുമ്പോഴും അപ്പൂപ്പനാകുമ്പോഴും അവരുടെ സ്വഭാവത്തിലും ഉത്തരവാദിത്തങ്ങളിലും രീതികളിലും സാമൂഹികമായിട്ടുള്ള പെരുമാറ്റ സംഹിതകളിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് പ്രായം കൊണ്ടും കാലം കൊണ്ടും സ്വാഭാവികമായിട്ടും സംഭവിക്കപ്പെട്ടു പോകുന്ന ഒരു സാമൂഹീകരണ പ്രക്രിയ. കാരണം നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു വളരുന്നുണ്ട് നമ്മളുടെ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാല്യകാലത്തിൽ നിന്നും അച്ഛനമ്മമാരുടെ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിന്നും പല ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെത്തിയ പല കാര്യങ്ങളും ചേർത്ത് സംശീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടെ ചേർന്ന ഒരു നമ്മുടേതായിട്ടുള്ള ഒരു സ്വഭാവ സംസ്കൃതിയിലേക്ക് മാറുകയാണ് നമ്മൾ. ഒരു സാമൂഹികമായിട്ടുള്ള രീതികളിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഒരു മനുഷ്യന് സംഭവിക്കുമ്പോൾ കാലത്തിന്റെ പ്രയാണത്തിലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെങ്കിലും സ്വാഭാവികമായിട്ടുള്ളൊരു സാമൂഹീകരണം എന്ന് പറയുന്ന പ്രവർത്തനം കൂടെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മുത്തശ്ശനാവുന്ന സമയത്ത് അവരുടെ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകളിലേക്ക് അവർ മാറുന്നത്. അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ഒരു സമൂഹത്തിനെ എങ്ങനെ സേവിക്കണമെന്നും അങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതും അതിൽ നിന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അപ്പം സമൂഹം, നമുക്ക് ചുറ്റുമുള്ള സമൂഹം നമ്മെ ഓരോരുത്തരെയും ആ സമൂഹത്തിന്റെ ചട്ടക്കൂടുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരു സമൂഹ ജീവിയാക്കി മാറ്റുവാനുള്ള പരിവർത്തനങ്ങളും പ്രവർത്തനങ്ങളും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു പരിണാമ പ്രക്രിയയുടെ ഒരു തുടർച്ച പോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. അടുത്ത ജോർജ് ഇതുമായിട്ട് സോഷ്യലൈസേഷൻ, സാമൂഹികരണവുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ജോർജ് ഹെർബർട്ട് മീഡ് പറയുന്ന തൻ്റെ സ്വത്വം, സെൽഫ്, അതിൻ്റെ വികാസത്തെക്കുറിച്ചുള്ള ഒരു തിയറിയെ കുറിച്ച് പറയുമ്പോൾ എന്താ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ സാമൂഹികരണ പ്രക്രിയയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തനിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള മുതിർന്നവരെ അനുകരിച്ചുകൊണ്ടാണ് കുട്ടി ആ സ്വഭാവത്തെക്കുറിച്ച് സാമൂഹികരണം പഠിക്കുന്നത്. അപ്പം തൻ്റെ ചുറ്റുമുള്ള മുതിർന്നവരെ അനുകരിച്ചുകൊണ്ടാണ് ഒരു കുട്ടി തൻ്റെ മനസ്സിൽ സാമൂഹികരണം എന്ന പറയുന്ന ഈ പ്രക്രിയയുടെ അടിസ്ഥാന ആശയങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ അതൊരു കളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പലപ്പോഴും കുട്ടികൾ നമുക്ക് തന്നെ ചെറുപ്പത്തിൽ തന്നെ അറിയാവുന്ന കാര്യമുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങി കഴിയുന്ന ഉടനെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മുടെ ടീച്ചറിന്റെ ഒരു വേഷം, വീട്ടിലെ ഏതെങ്കിലും ഒരു ധാവണിയൊക്കെ എടുത്ത് തുളയിലിട്ടിട്ട് ഒരു ടീച്ചറിന്റെ വേഷം കെട്ടി. അന്നത്തെ നമ്മുടെ ടീച്ചർ അടിക്കുമായിരുന്ന ടീച്ചർ ആയിരുന്നെങ്കിൽ നമ്മുടെ കയ്യിലും ഒരു വടി ഉണ്ടാവും. നമ്മുടെ ക്ലാസ് മുറിയിലെ ടീച്ചർ സ്നേഹം കൊണ്ട്
പൊതിയുന്ന ഒരു ടീച്ചറാണെങ്കിൽ നമ്മുടെ വാക്കുകളിലും സ്നേഹവും ഒക്കെ. കൊച്ചു കുഞ്ഞുങ്ങൾ അധ്യാപകരായിട്ട് വേഷം കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അച്ഛനമ്മമാരായിട്ട് വേഷം, അച്ഛനും അമ്മയും കളിക്കുക എന്ന് പറയും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അച്ഛനമ്മമാരുടെ കളി എന്താണ്? അച്ഛനമ്മ അമ്മ ചോറും കറികളും വെക്കുന്നത്. അങ്ങനെ നമ്മുടെ കാഴ്ചകളാണത്. നമ്മുടെ അനുഭവമായിട്ട് നമ്മുടെ കളികളുടെ രൂപത്തിലേക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ചോറും കറിയും വെക്കുക, അല്ലെങ്കിൽ ഒരു അന്നത്തെ അനുവർത്തനീയമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനത്തെ നമ്മുടേതായ രീതിയിൽ അതിനെ ക്രിയാത്മകമായിട്ട് ദൃശ്യവത്കരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ കളികളിലൂടെ സ്വാഭാവികമായിട്ടും മുതിർന്നവരെ അനുകരിച്ചുകൊണ്ട് ഒരു സാമൂഹീകരണ പ്രക്രിയ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ഭാഗത്തിലും ഈ ഓരോ ചെറിയ കാലം മുതൽ കുട്ടികൾ ഇങ്ങനെയുള്ള കളികളിൽ അങ്ങ് ചെയ്ത് സ്വാഭാവികമായിട്ടും ഈ വീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും എത്ര സ്പെസിഫിക് ആണ്, എത്ര സിഗ്നിഫിക്കൻ്റ്, ഓരോരുത്തർക്കും എത്ര സ്ഥാനമുണ്ട് ഓരോരുത്തർക്കും എന്നുള്ളത് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഈ കളികളിലൂടെ, ഈ സ്വാഭാവികമായിട്ടുള്ള ചെറിയ അനുകരണങ്ങളിലൂടെ അവരെന്തിലേക്ക് പോകുന്നുണ്ട്? ആ മുതിർന്ന ആൾക്കാരുടെ റോളുകൾ എന്ത് എന്നവർ പഠിക്കുന്നുണ്ട് അല്ലേ? മണ്ണപ്പം ചുട്ട് കളിച്ചതൊക്കെ പണ്ട് ഓർക്കുന്നുണ്ടാവും, മണ്ണപ്പം ചുട്ട് കളിക്കുന്നതും. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മുതിർന്ന അഡൽറ്റിനെയാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന രുചികരമായ വിഭവങ്ങളുടെ അന്ന് നമ്മുടെ നാവിലൂറുന്ന രുചികളാണ് നമ്മളുടെ ചിരട്ടയിൽ നിറച്ചു വെച്ച മണലിനെ കമഴ്ത്തി വെച്ചിട്ട് ഒരപ്പമാക്കി മാറ്റി അത് നമ്മൾ സ്നേഹത്തോടെ നമുക്ക് ചുറ്റുമുള്ള കൂട്ടുകാർക്ക് വിളമ്പി കൊടുത്ത് ഒരു മുതിർന്ന ആളുടെ ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആ സാമൂഹീകരണ പ്രക്രിയയെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന് പറയുന്ന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ജോർജ് ഹെർബർട്ട് മീഡിന്റെ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തന്റെ സ്വത്വം വികസിപ്പിക്കുന്ന ഉള്ള അടിസ്ഥാനത്തിലുള്ള ഈ നിയമം എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് ചാൾസ് ഹോട്ടൺ കൂലി, അതാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയും. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ളവര് നമ്മളെക്കുറിച്ച് പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, അതിൻ്റെ ഈ കോൺസെപ്റ്റിന്റെ പേരാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പം അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവർക്കൊരു ധാരണ അവർക്ക് ചുറ്റുമുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് അവർക്ക് രൂപപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, പണ്ട് വായിച്ചിട്ടുള്ളൊരു കാര്യം, വായിച്ചൊരു പുസ്തകം ഞാൻ ഓർക്കുകയാണ്. ഒരു സെബാസ്റ്റ്യൻ സാറിന്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്, തലയെഴുത്ത് തിരുത്താമെന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച്. ആ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും പറയുന്നത്, ഒരിക്കലും കുഞ്ഞുങ്ങളുടെ തലയിൽ ഒരു എഴുത്തുകളും എഴുതപ്പെട്ട് വെച്ചിട്ടില്ല. ഈ കുഞ്ഞ് ആരായി മാറണമെന്ന് അവന്റെ തലയിൽ എഴുതുന്നു, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ എഴുത ചേർക്കപ്പെടുന്നത് അവൻ 1 മുതൽ, അല്ലെങ്കിൽ ഈ ശൈശവം മുതൽ അവൻ്റെ 7 വയസ്സ് വരെ എത്തുന്ന കാലഘട്ടം കൊണ്ട് അവന് ചുറ്റുമുള്ളവരാണ് അവന്റെ സ്വഭാവം, അല്ലെങ്കിൽ ഭാവിയിൽ അവൻ എങ്ങനെയുള്ള ഒരു സാമൂഹിക ജീവിയായിരിക്കും എന്ന് എഴുതി ചേർക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെ കുറിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ആ ഒരു മതം, അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ സമന്വയമാണ് ഒരുപക്ഷെ നാളെ ഈ ഒരു സമൂഹത്തിൽ ഒരു സാമൂഹീകരണ പ്രക്രിയയിലൂടെ മാറ്റപ്പെട്ട ഒരു സമൂഹ ജീവിയായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ പലപ്പോഴും പ്രതിഫലിപ്പിക്കുന്ന പല ഘടകങ്ങളും ഈ ചെറു കാലഘട്ടങ്ങളിൽ, ജീവിതത്തിന്റെ ചെറിയ തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ നേടിയിട്ടുള്ള പല സംഭവങ്ങളുമായിരിക്കും. അപ്പൊ ആ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് സ്വയം നോക്കുകയാണ്, നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും നമ്മെക്കുറിച്ച് തന്നെ രൂപപ്പെടുന്ന ഒരു അഭിപ്രായം, നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ. അപ്പൊ അതൊരു സാമൂഹീകരണ പ്രക്രിയയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നിയമമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും നമ്മളുടേതായിട്ടൊരു സോഷ്യലൈസേഷൻ പ്രക്രിയയില്, ഈ സാമൂഹീകരണ പ്രക്രിയയില് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ നമ്മുടേതായിട്ടുള്ള പല സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. സ്വാർത്ഥമായിട്ടുള്ള പല താല്പര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോഴും സ്വാഭാവികമായിട്ടുള്ളൊരു
സാമൂഹീകരണ പ്രക്രിയ നമ്മളിൽ നടക്കുന്നുണ്ട്. ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു സൈക്കോ അനാലിറ്റിക് തിയറിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതാണ് വിവിധ തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഏതൊക്കെ ഏജൻസാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ സാമൂഹീകരണ പ്രക്രിയയിൽ നമ്മളെ സഹായിക്കുന്നത്? അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും സമൂഹീകരണ പ്രക്രിയയിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. മറ്റൊന്ന് കൂട്ടുകാർ, പിയർ ഗ്രൂപ്പ്. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് കുടുംബത്തിനെ ഈ സാമൂഹീകരണ പ്രക്രിയയിലുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളതും ഏറ്റവും സുപ്രധാനവുമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഒരു ഏജന്റാണ് എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കുടുംബത്തിലാണ് സ്വാഭാവികമായിട്ടും ഈ സാമൂഹീകരണം എന്ന് പറയുന്ന പ്രക്രിയയുടെ അടിസ്ഥാന ആശയങ്ങൾ കുഞ്ഞ് പഠിക്കുന്നത്. ശരിക്കും ഒരു കുടുംബത്തിൽ ആ കുഞ്ഞിൻ്റെ അമ്മയാണ് ശരിക്കും ആ കുഞ്ഞിനെ ആദ്യമായിട്ട് സാമൂഹീകരണം പഠിപ്പിക്കുന്ന ടീച്ചർ, ഗുരു എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പം സാമൂഹീകരണത്തിൻ്റെ അടിസ്ഥാന ആശയമായിട്ടുള്ള സ്നേഹം, കരുതൽ, ഒരു എന്താ പറയുക, ഒരു ഊഷ്മളത, ഈ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ രീതികൾ, ഒരു ശൈലി, ഇതൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? അപ്പം നല്ല ഒരു കുടുംബത്തിൽ ജനിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. നല്ല കുടുംബം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ധാരാളം പണമുള്ള കുടുംബമോ സൗകര്യങ്ങളുള്ള ഒരു കുടുംബത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇതുപോലെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വീണ്ടും അനുകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഉയർന്ന മൂല്യവും ധാർമ്മികതയുമുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മിലും ആ സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ സമൂഹമെന്ന കുടുംബമെന്ന സമൂഹത്തിൻ്റെ ആ ചെറുപതിപ്പിൽ നിന്നും നമ്മൾ നേടിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും നാളെ ഒരു സമൂഹ ജീവിയെ നമ്മൾ മാറുമ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് അത് ഗുണകരമായിട്ട് മാറാനായിട്ട് ഇടയാവും. മറ്റൊന്ന് കൂട്ടുകാർ. നമുക്കറിയാം, കൂട്ടുകാരാണ് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഈ ശൈശവ കാലഘട്ടത്തിൽ ധാരാളം കൂട്ടുകൂടി കളിക്കാനാണ് കുഞ്ഞ് ഏറ്റവും കൂടുതൽ ശൈശവത്തിൽ കുഞ്ഞ് താല്പര്യപ്പെടുന്നത്, കളികളിൽ ഏർപ്പെടാനാണ്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈവൻ ഈ നമ്മൾ സ്കൂളുകളുടെയൊക്കെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു സ്കൂളുകളുടെ അടുത്തൂടെ പോകുന്ന സമയത്ത് ഇന്റർവെൽ സമയത്ത് പോലും അവിടെ മുട്ടുസൂചി താഴെ വീണാൽ കേൾക്കുന്ന നിശബ്ദത കേൾക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂൾ നല്ലതല്ലെന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ സമയം എന്ന് പറയുന്നത് കളിക്കാനുള്ള സമയമാണ്. അപ്പം ആ കളികളുടെ സമയത്ത് ഏറ്റവും നല്ല കളി, പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല പഠനം, സ്വഭാവ രൂപീകരണത്തിന് അപ്പം എന്തും ചെയ്യുന്ന ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. അപ്പം ആ ഒരു കളികളിലൂടെ, കൂട്ടുകൂടലിലൂടെയാണ് കുട്ടി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന പല മൂല്യങ്ങളും പഠിക്കുന്നത്, പല നിയമങ്ങളും പഠിക്കുന്നത്. അപ്പം ആ കളികളിലൂടെ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം, അല്ലേ? ഒന്ന് ഓടി നിന്ന് ആലോചിച്ച് നോക്കി. പലപ്പോഴും നമ്മളുടെ മനസ്സിൽ ഏറ്റവും സമ്പുഷ്ടമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് കാണുന്ന ഒരു ഓർമ്മകളെന്ന് പറയുന്നത് ചെറിയ കാലത്ത് നമ്മൾ ഓടിച്ചാടി കളിച്ചതും സ്കൂളിൽ കൂട്ടുകൂടി കളിച്ചതും ഒക്കെ ആയിരിക്കും. അപ്പം ആ ഒരു ബാല്യകാലത്തിൽ നിന്നും കുറച്ചുകൂടെ മുതിർന്നിങ്ങോട്ട് വരുംതോറും കൂട്ടുകാരാണ് ഏറ്റവും ശക്തമായി വരുന്നത്, ശക്തമായ സാന്നിധ്യമായിട്ട് വരുന്നത്. അപ്പം പലപ്പോഴും ആ പ്രായത്തിലുള്ള കുട്ടികളുടെ പല സ്വഭാവ സവിശേഷതകളിലും ഈ കൂട്ടുകാരുടെ സ്വാധീനം വളരെയധികം കാണാറുണ്ട്. അതുകൊണ്ടാണ് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നല്ല കൂട്ടുകെട്ടിലേക്ക് വരുംതോറും ആ ഒരു നന്മ എല്ലാവരിലേക്കും വരികയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു കൂട്ടുകെട്ടിലേക്ക് പോകുന്നു, ഇവിടെ കുറച്ച് ചീത്ത കൂട്ടുകാരുള്ളത് കൊണ്ട് അവർ ചീത്തയായി പോകും. അങ്ങനെയല്ല, ഈ ചെല്ലുന്നവർ നല്ലതാണെങ്കിൽ ചിലപ്പോൾ ആ ചീത്ത എന്ന് നമ്മൾ തള്ളിക്കളയുന്ന കുട്ടികൾ ചിലപ്പോൾ നല്ല കുട്ടികളായി മാറും. അപ്പൊ അതാണ് ഒരു കൂട്ടുകെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ആ കൂട്ടുകാരുടെ ഒരു സ്വാധീനത്തിലൂടെ സമൂഹത്തിൽ നിന്ന്, കാരണം ഒരേ പ്രായത്തിലുള്ള വളരെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വളരെ തീക്ഷ്ണമായ വൈകാരിക സമ്മർദ്ദങ്ങളിലൊക്കെ അടിപ്പെടുന്ന ഒരു കൂട്ടരാണ് ഈ ഒരു കൗമാരകാലത്തിലുള്ള കൂട്ടുകാരൊക്കെ. അപ്പൊ ആ ഒരു പ്രായത്തിൽ അതിനെയൊക്കെ എങ്ങനെ കവർ ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്ത് എങ്ങനെ പോകാൻ പറ്റും, അതിൽ നിന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഒരേപോലെ നോക്കി കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്ന പാഠം ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് കൂട്ടുകാരുടെ സ്വാധീനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെ.
പിന്നൊന്ന് സ്കൂള്. ഞാൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് ശരിക്കും കുടുംബത്താണ്. ഒന്നാമത്തെ ഏജൻസി കുടുംബമാണ്, ഫാമിലിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഏജൻസി കൂട്ടുകാരാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഏജൻസിയാണ് സ്കൂൾ, അവൻ പഠിക്കുന്ന അല്ലെങ്കിൽ അവൾ പഠിക്കുന്ന സ്കൂൾ. അപ്പോൾ ആദ്യത്തെ വളരെ ഔപചാരികമായ സോഷ്യലൈസേഷൻ ഏജന്റ്, സാമൂഹീകരണ ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വക്താവെന്ന് പറയുന്നത് സ്കൂള് തന്നെയാണ്. അപ്പൊ ആ സ്കൂൾ എന്ന് പറയുന്ന ആ സമൂഹത്തിന്റെ ചെറുപതിപ്പിലാണ് കുട്ടി തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പല പാഠങ്ങളും വളരെ വിശദമായിട്ട് നടക്കുന്നത്. അപ്പൊ അവിടെ കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടെന്ന് പറയുന്നത് ഒരു സാമൂഹികീകരണ പ്രവർത്തനത്തിലെ സാമൂഹികീകരണത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും പാഠങ്ങളും അവർ നേടുന്നത്, പഠിക്കുന്നത് അവിടെ നിന്നാണ്. കണ്ടും കേട്ടും കൊടുത്തും നേടിയും ഒക്കെ പഠിച്ച് ഭാവിയിലൊരു നല്ല സമൂഹമായിട്ട് അവരെ വാർത്തിയെടുക്കുന്നതിൽ സ്കൂളിന് വളരെയധികം സ്വാധീനമുണ്ട്. അടുത്തൊരു സാമൂഹീകരണത്തിന്റെ ഏജൻസ് എന്ന് പറയുന്നത് മാസ് മീഡിയ ആണ്, സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മീഡിയ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആശയവിനിമയങ്ങളും അതിനകത്ത് വരാറുണ്ട്. അത് റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷനോ, ന്യൂസ് പേപ്പറോ, മാഗസിനുകളോ, മറ്റ് മീഡിയ സംവിധാനങ്ങളോ, മൊബൈലോ, വെബ്സൈറ്റോ എന്തു തന്നെയാണെങ്കിൽ പോലും ഈ സംവിധാനങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ അടുത്തിടെ വായിച്ച ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഈ സമയത്ത് വരികയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 50 വർഷത്തിനുള്ളിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം. ഒരു 50 വർഷം മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു ബാല്യത്തിലൂടെ വന്ന ഒരാള് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ നോക്കിക്കാണുമ്പോൾ, ഇന്നത്തെ ഒരു കാലത്തിനെ, സമയത്തിനെ നോക്കിക്കാണുമ്പോൾ അവർ ഒരുപക്ഷെ പഴമയുടെ പല കാര്യങ്ങളും അവർക്കത്, അതായത് ഗതാഗതത്തിന്റെ ഏറ്റവും ചെറിയ, അതായത് ഒരു കാളവണ്ടി എന്ന് പറയുന്ന സംവിധാനത്തിൽ തുടങ്ങിയ ഗതാഗത സംവിധാനം മുതൽ കണ്ട് ഇന്നത്തെ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള യാത്രാ സംവിധാനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 50 വർഷത്തിനകത്താണ് വളരെ കാലികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലുള്ളവർക്ക് അതിനെക്കുറിച്ച് വളരെ നല്ല അറിയാം. പണ്ട് കാലത്തെ റേഡിയോയും ഇന്നത്തെ റേഡിയോയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. റേഡിയോ ഉപയോഗിക്കുന്ന രീതികൾക്കൊക്കെ, പണ്ടത്തെ റേഡിയോ അതുപോലെ തന്നെ ടെലിവിഷനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ആ ടെലിവിഷനിലെ വാർത്തകൾ കാണാനൊക്കെ പോയിരുന്നതും ഇന്ന് ടെലിവിഷനും ചാനലുകളും നിരന്തരം മത്സരിച്ച് വാർത്തകളുടെ വളരെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ഒരു ദൃശ്യാവിഷ്കാരം നമ്മുടെ മുമ്പിലേക്ക് ഭയങ്കര ഒരു സദ്യ പോലെയാണ് വരുന്നത്. പത്രവായന, മാഗസിനുകൾ, മറ്റ് മീഡിയകൾ, അതിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം സൃഷ്ടിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റ്. അപ്പോൾ ഒരു വിരൽത്തുമ്പിൽ അറിവുണ്ട് എന്നുള്ളതാണ് വെബ്സൈറ്റിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു വിരൽത്തുമ്പിൽ അറിവ് ഒളിച്ചിരിക്കുകയാണ്. ഏതറിവും പണ്ട് അറിവ് ആർജിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങളിൽ നിന്ന് മാറി ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ, ഏറ്റവും ലളിതമായ രീതിയിൽ, വളരെ വേഗത്തിൽ അറിവിന്റെ ഏത് തലങ്ങളിലേക്ക് പോലും നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഈ സാമൂഹീകരണം എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഈ ഒരു തലത്തില് പല രീതികളിലും സാമൂഹീകരണ പ്രക്രിയയിലൂടെ കടന്നു വന്നാണ് ഒരു സാമൂഹിക ജീവിയായി ഒരു കുഞ്ഞ് മാറുന്നത്. അപ്പൊ ഇത്തരത്തിൽ സാമൂഹീകരണം സംഭവിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹം ഉണ്ടാകുമ്പോൾ ആ സമൂഹം എന്ന് പറയുന്നത് ഇത്രയും കാലം അവർ ആർജിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടായ ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേകതകളൊക്കെ അവരുടെ സ്വഭാവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ സാമൂഹീകരണം എന്ന് പറയുന്ന വിഷയത്തോട് വളരെയധികം പ്രധാനമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു സാമൂഹീകരണ പ്രക്രിയ നല്ല ഭംഗിയായി നടക്കണമെന്നുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങളും കൂടെ അതിനകത്ത് നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. റോസ് എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് പറയുന്നതാണ് ആദ്യമായിട്ടൊക്കെ ഈ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്ന ആശയങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന 1901 പബ്ലിഷ് ചെയ്തൊരു പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഈ സോഷ്യൽ കൺട്രോൾ എന്ന ഒരു ആശയം അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഉപാധികളാണ്. അതെന്തിനു വേണ്ടി സമൂഹം എന്തിനു ഉപയോഗിക്കുന്നു? അവരുടെ
മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ അംഗങ്ങളെ ആ സമൂഹം അർഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു പെരുമാറ്റ സംഹിതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധികൾ ഏതൊക്കെയാണോ ആ ഉപാധികളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ആ ഉപാധികളുടെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് ഈ സാമൂഹിക നിയന്ത്രണം എന്നുകൊണ്ട് പറയുന്നു. ഒഗ്ബോൺ, നിംകോഫ് എന്ന സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും എന്തൊക്കെയാണ്, ഏതൊക്കെ പാറ്റേണുകളാണ്, ഏതൊക്കെ രീതികളാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രഷറാണ് ഈ സമൂഹം തൻ്റെ ചുറ്റും അവരുടെ നിയമാവലികൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പ്രഷറാണ്, സമ്മർദ്ദമാണ് ഒരു വ്യക്തിയിൽ ഏർപ്പെടുത്തുന്നത് എന്ന ഒരു രീതിയിലും ഒഗ്ബോണും നിംകോഫും പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസ്, ഈ സ്വാധീനമെന്ന് പറയുന്നത് പല രീതികളിലൂടെയാണ്. അപ്പൊ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയും ഈ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാകാം, ചിലപ്പോൾ മതപരമായ ചില രീതികളുടെ അടിസ്ഥാനത്തിൽ. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പറ്റുന്ന പല ദൃഷ്ടാന്തങ്ങളും നമുക്ക് ചുറ്റും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? മതപരമായിട്ടുള്ള സോഷ്യൽ കൺട്രോൾ, സാമൂഹികമായ നിയന്ത്രണങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ധാർമ്മികതയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മുടെ നയങ്ങൾ, നിയമങ്ങളെക്കുറിച്ച്, ഐഡിയോളജിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ തലങ്ങൾ, ഓരോ സമൂഹത്തിൽ ഓരോരുത്തരെയും ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം ഈ സമൂഹത്തിന്റെ പല തലങ്ങളിലും, ഈ പറയുന്ന പല തലങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളിലേക്കും അതിന്റെ പ്രഭാവം വരികയും, അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയില് അല്ലെങ്കിൽ ഒരു കൂട്ടത്തില് അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണമെന്ന് അനുവർത്തിക്കുന്ന ഉപാധികളിലൂടെ അവരെ സാമൂഹീകരിക്കുമ്പോൾ അത് സാമൂഹിക നിയന്ത്രണത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാൻ പറ്റും. അപ്പൊ ഈ നിയന്ത്രണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അവരെ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷണം എന്നുള്ള അർത്ഥത്തിലല്ല ഈ നിയന്ത്രണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഫലമാണത്. മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നായി നോക്കുന്നതിൽ നിന്നും ആ ഒരു നല്ലൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് അടിസ്ഥാനമായിട്ട് വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് സ്വാഭാവിക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സാമൂഹികമായ നിയന്ത്രണത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെ? സാമൂഹിക നിയന്ത്രണം അതിൽ പ്രധാനമായിട്ടും പറയുന്നതാണ് ഫോർമൽ കൺട്രോൾ. ഫോർമൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഔപചാരികമായിട്ടുള്ള നിയന്ത്രണം. അപ്പം ഇത് നടപ്പിൽ വരുത്തുന്നത് സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അസോസിയേഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഔപചാരികമായിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സംഘടന, അതായത് ഗവൺമെന്റിനെ പോലെ ഉള്ള ഔപചാരികമായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് അവരുടെ നിയമങ്ങളുടെയും നിയമവശങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? തൻ്റെ ജനങ്ങളിൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഗവൺമെന്റ് ജനങ്ങളിൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്? സമൂഹം എങ്ങനെ പോകാൻ, നല്ല ഒരു രീതിയിലേക്ക് പോകാൻ, അതായത് ഒരു നിയന്ത്രിത സമൂഹമായിട്ട്, ഒരു സംസ്കാരമുള്ള ഒരു സമൂഹമായിട്ട്, വളരെ ക്രിയാത്മകമായിട്ടുള്ള ചിന്താഗതികളുള്ള പ്രവർത്തന ശൈലികളുള്ള ഒരു സമൂഹമായിട്ട് മാറാൻ വേണ്ടി, അതായത് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി തൻ്റെ അനുയായികളിൽ ചെലുത്തുന്ന ഈ നിയന്ത്രണങ്ങളെ നമുക്ക്, അതായത് ഗവൺമെന്റ് തലത്തിലൊക്കെ അല്ലെങ്കിൽ നിയമപരമായിട്ട്, നിയമത്തിന്റെയും പിന്നെ നീതിന്യായ വ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ, പോലീസും തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു സാമൂഹിക നിയന്ത്രണത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഔപചാരികമായ നിയന്ത്രണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ അവര് പോലീസിനെ, മിലിറ്ററിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പല ഈ ഇതിനകത്തുള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ നീതിന്യായ വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കുന്നത്. അടുത്തത്
ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. എന്താണ് ഇൻഫോർമൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൗപചാരികമായ സാമൂഹിക നിയന്ത്രണം. അപ്പം അപ്പം നേരത്തെ പറഞ്ഞു ഔപചാരികമായ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണെന്നും അതിന്റെ നിയമാവലികളും സംഹിതയും അതിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ അനൗപചാരികമായ സാമൂഹിക നിയന്ത്രണ പ്രക്രിയയിൽ എഴുതപ്പെടാത്ത നിയമങ്ങളും നിയമാവലികളുമാണ് ഇവിടെ ഉള്ളത്. എഴുതപ്പെടാത്ത നിയമങ്ങളും നിയമാവലികളും. അപ്പോൾ എഴുതപ്പെടാത്ത നിയമങ്ങളും നിയമാവലികളും ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അനുവർത്തിക്കുന്നുള്ളത് കൊണ്ടാണ് അതിനൊരു സാമൂഹിക നിയന്ത്രണ ഏജൻസിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നാട്ടിൽ പറയുന്ന കാര്യങ്ങൾ, നാട്ടിലെ പൊതുവായിട്ടുള്ള രീതികള്, നാട്ടുരീതികള്, അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങള്, അടിസ്ഥാനപരമായിട്ടുള്ള രീതികള്, ആചാരങ്ങള്, ചിലപ്പോൾ അത് ഗോസിപ്പുകളൊക്കെ ആവാം, ഒരു പൊതുസമൂഹത്തിന്റെ അഭിപ്രായമാകാം. ഇങ്ങനെയുള്ള അനൗപചാരികമായിട്ടുള്ള ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം സാമൂഹിക നിയന്ത്രണവും നടത്തപ്പെടുന്നത് സെൽഫായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടപെടലുകളിലൂടെ ആണെങ്കിൽ പോലും ഇത് നടത്തപ്പെടുന്നത് ഇങ്ങനെയുള്ള ചില അനൗപചാരിക, അപ്പൊ നമ്മുടെ ഉള്ളിലേക്കുണ്ട് ആ വിശ്വാസങ്ങള്, ആചാരങ്ങൾ, അനുഷ്ഠാനം. അപ്പൊ അതിനനുസൃതമായി ജീവിക്കണമെന്ന് പറയുന്ന ഒരു ചിന്ത പോലും സ്വാഭാവികമായിട്ടും ഒരു സാമൂഹിക നിയന്ത്രണമുള്ള ഒരു സമൂഹമായിട്ട് നിലനിൽക്കാൻ നമ്മളെ സഹായിക്കും. അപ്പം ഇപ്പൊ ഇതിനകത്തൊരു സാമൂഹികമായ നിയന്ത്രണത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനെ ഈ നിയമം തെറ്റിക്കുന്നവർ, അല്ലെങ്കിൽ ഈ അവ്യക്തമായിട്ടുള്ള എഴുതപ്പെടാത്ത ഈ നിയമങ്ങൾ ഭേദിക്കുന്നവർക്ക് വലിയ ശിക്ഷണ നടപടികൾ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് മറ്റുള്ളവരിലെ ഒരുപക്ഷെ ഔപചാരികമായ നിയന്ത്രണത്തെക്കാൾ ഏറെ അനൗപചാരികമായ നിയന്ത്രണത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. കാരണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ അനൗപചാരികമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. കുടുംബം പോലെ, അതുപോലെ ഒരു വ്യക്തിയുടെയും തലത്തിലാണ്, ഒരു വ്യക്തി തലത്തിൽ കുടുംബത്തിലാണ്. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ സംവേദിക്കുന്ന ഒരു സ്ഥലമാണ്, ഏറെ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ എഴുതപ്പെടാത്ത ഈ നിയമങ്ങളെ അതിന്റെ കൃത്യമായ സംഹിതകൾക്കനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ ഓരോരുത്തരും സ്വമേധയാ തയ്യാറാവുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതൊരു വൈകാരികമായിട്ടുള്ളൊരു കാര്യമാകാം, അല്ലെങ്കിൽ ഒരു നാണക്കേടിന്റെ വിഷയമാകാം. നമ്മളങ്ങനെ മോശമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അത് മോശമാണല്ലോ എന്ന് പറയുന്നൊരു ചിന്തയാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഭിമാനകരമായിട്ടുള്ളൊരു ആദരവ് കിട്ടുന്നതിന് വേണ്ടിയുള്ളതാകാം. അങ്ങനെയൊക്കെ ഉള്ള പല രീതികളിലാണ് ഈ അനൗപചാരികമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം എന്ന പ്രക്രിയ അനുസ്യൂതം നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നത്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതിനകത്ത് തന്നെ പെട്ട ഒന്നാണ് നിയമം കൊണ്ടുള്ളത്, കൺട്രോൾ ബൈ ലോ. അപ്പം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഉപാധിയാണ്, അതായത് സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഏറ്റവും ശക്തമായ ഉപാധി എന്ന് പറയുന്നത് നിയമം തന്നെയാണ്. അപ്പൊ ഈ ആധുനിക സമൂഹത്തിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യം അതിനകത്തുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ആ രാജ്യം അല്ലെങ്കിൽ ആ സമൂഹം അത് നടപ്പിലാക്കുന്നത്. അപ്പം ഈ ലോ എന്ന് പറയുന്ന അത് നമ്മുടെ റൗസക് എന്ന് പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം നിയമം എന്ന്, ലോസ് എന്ന് പറയുന്നത് ഒരു തരം സാമൂഹിക നിയമമാണ്, എമനേറ്റിംഗ് ഫ്രം പൊളിറ്റിക്കൽ ഏജൻസി. അപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ഏജൻസികളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന, അല്ലെങ്കിൽ അവരാൽ ഉരുത്തിരിയപ്പെട്ട് വരുന്ന സാമൂഹികമായിട്ടുള്ള ചില നിയമങ്ങളുടെ ഒരു രൂപം തന്നെയാണ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണത് നടപ്പിൽ വരുത്തുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നിയമം ഉപയോഗിച്ചുള്ള നമ്മുടെ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾ ബൈ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം.
അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെയാണ്? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിലും വിദ്യാഭ്യാസം തന്നെയാണ്. കാരണം വിദ്യാഭ്യാസം എന്ന പ്രക്രിയയിലൂടെ ഏറ്റവും നല്ല സാമൂഹീകരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല സ്വഭാവ രൂപീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് വിദ്യാഭ്യാസം പോകുന്നത്. അപ്പം ഈ സാമൂഹികമായിട്ടുള്ള നിയമാവലികള്, അതിൻ്റെ ആചാരങ്ങള്, നിയമങ്ങള്, ഇതൊക്കെ നമ്മുടെ ചെറു തലമുറയിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം തന്നെ വേണം. അപ്പൊ അതുപോലെ തന്നെ സമൂഹം എന്ന് പറയുന്നത്, ഈ സമൂഹത്തിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ്. അനൗപചാരികമായ വിദ്യാഭ്യാസം ശരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിലെ പല കണക്കുകളും പാഠങ്ങളും ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് തന്നെ. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പഠിക്കപ്പെടുന്ന ഔപചാരികമായ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് അപ്പുറത്ത് ജീവിതത്തിന്റെ അനൗപചാരികമായ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ, അതായത് നമ്മുടെ കുടുംബത്തിൽ നാം ഉൾപ്പെടുന്ന ചെറു സമൂഹത്തിൽ നടക്കുന്ന അനൗപചാരികമായ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഏറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മളൊരു ഒരു പൂർണ്ണമായിട്ടും ഉള്ള ഒരു വ്യക്തിത്വം ആയിട്ട് രൂപപ്പെടുന്നത്. അപ്പൊ ഡർഖിയം പറയുന്നത് എങ്ങനെയാണ്? അപ്പം ഈ പുതു തലമുറയെ പിന്നെ മാറ്റം വരുത്തുന്ന പുതുതലമുറയിൽ അവരെ സാമൂഹീകരിക്കുന്നതിന് ഏറ്റവും നല്ല ഏജൻസി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു നിയന്ത്രണമാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അതായത് ഒരു ശക്തമായ ഒരു ഫോഴ്സിലൂടെ അവർ നിയന്ത്രിക്കുന്നതിനേക്കാളും തൻ്റെതായിട്ടുള്ള പല ചിന്താധാരകളിലൂടെയും സ്വയം നിയന്ത്രിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുക. സ്വയം നിയന്ത്രണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു പുറത്തുനിന്നുള്ളൊരു ഔപചാരികമായിട്ടുള്ളൊരു ഏജൻസി അല്ലെങ്കിൽ പോലീസോ ഫോഴ്സോ നിയമമോ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടേതായിട്ടുള്ള വലിയ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കാനുള്ള ഒരു ബോധതലം നമുക്കുണ്ടാകുന്നെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വരുന്ന ഒരാൾക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു സോഷ്യൽ കൺട്രോളിന്റെയും ആവശ്യം ഇല്ല. കാരണം സ്വാഭാവികമായിട്ടുള്ള ഒരു നവീകരണ പ്രവർത്തനത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു കൺട്രോൾ, ഒരു നിയന്ത്രണം, സാമൂഹിക നിയന്ത്രണ പ്രക്രിയ അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട് അസാധാരണവും തെറ്റായിട്ടുള്ളതുമായ പ്രവർത്തികളിലേക്ക് പോകാതെ തന്നെ ഒരു സ്വയം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഉദാത്തമായ കാര്യം എന്ന് പറയുന്നത്. അപ്പം വിദ്യാഭ്യാസത്തിലൂടെ ഒരു മനുഷ്യനെ നമുക്ക് ആർജിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസ്ഥ. മറ്റൊന്ന് കൺട്രോൾ ബൈ പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പൊതു സമൂഹത്തിന്റെ അഭിപ്രായം? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണിത്, പൊതു സമൂഹത്തിന്റെ അഭിപ്രായം, പൊതു അഭിപ്രായം. അപ്പൊ ഏത് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മനുഷ്യന്റെ ഓരോ പ്രവൃത്തികളും സമൂഹം എങ്ങനെ വീക്ഷിക്കുന്നു, സമൂഹം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ പ്രവൃത്തികൾ നിശ്ചയിക്കുന്നത് ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ അഭിപ്രായ പ്രകടനങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ പൊതുസമൂഹം എന്ത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്, അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും ഈ പൊതുസമൂഹം എങ്ങനെ നമ്മളെ വീക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ കൂടുതൽ അംഗങ്ങളും വളരെ നല്ല രീതിയിൽ പെരുമാറാനുള്ള രീതികൾ തുടങ്ങും. കാരണം നമ്മളെല്ലാവരും ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ പൊതുസമൂഹത്തിന്റെ നിയമങ്ങൾക്കും നിയമാവലികൾക്കും ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമൂഹമാണ് നാമെന്ന ഒരു ബോധം നമ്മിൽ ഉരുത്തിരിയുന്നത് കൊണ്ട് ആ പൊതുസമൂഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നത് കൊണ്ട്
സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്വയം നിയന്ത്രിതമായിട്ടുള്ള അവസ്ഥയിൽ സാമൂഹികമായിട്ടുള്ള ഒരു നവീകരണ പശ്ചാത്തലത്തിലായിരിക്കും നമ്മളങ്ങനെ പെരുമാറുക. അപ്പൊ അതുപോലെ ഈ പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഗാദർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശേഖരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് പത്രങ്ങളിലൂടെ, വാർത്തകളിലൂടെ, ടെലിവിഷനിലൂടെ ഒക്കെ നമുക്കിത് കാണാനായിട്ട് പറ്റും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ ടി വിയിലൊക്കെ തന്നെ നമ്മൾ ദിവസവും നോക്കുന്ന സമയത്ത് പൊതുസമൂഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ വളരെയധികം ദൃശ്യമായി വരുന്ന പല പല സന്ദർഭങ്ങളിലും പല പല വാർത്തകളിലൂടെയും നിരന്തരം നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നതെന്ന് പറയുന്നത് ഇതൊരു ഏജൻസി ആകുമ്പോൾ, ഒരു സാമൂഹിക നിയന്ത്രണത്തിന്റെ ഒരു ഏജൻസി ആയിട്ട് ഈ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം മാനിക്കപ്പെടുമ്പോഴാണ് അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ടാകുന്നത്, അതിന് സമൂഹത്തിൽ വേണ്ടത്ര പരിവർത്തനങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ അടുത്തത് വേറെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിശ്വാസങ്ങള്, ധാരണകള്, താല്പര്യങ്ങള്, അവരുടെ നിയമങ്ങള്, മൂല്യങ്ങള്. അപ്പം പലപ്പോഴും ഇതിനകത്ത് ഒരു പഴയ ഒരു വിശ്വാസ സംഹിതകളെയൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമങ്ങൾ നടത്തും. കാലികമായിട്ട് ഇതിനകത്തൊക്കെ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ പറയുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഉള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയേക്കാം. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രൊപ്പഗണ്ട കൊണ്ടുവരാം. അതായത് ഒരു ഏത് തരത്തിലുള്ള ഒരു ഫെയ്ത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആയിരിക്കണം അവരിൽ നിന്ന് അപ്പം അതനുസരിച്ചുള്ള മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു അപ്പൊ ആ വ്യക്തികളുടെ താല്പര്യത്തെക്കാളേറെ ആ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട നിർമ്മിക്കുന്നതിന് അടിസ്ഥാനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് സമൂഹത്തിന് നല്ലത്, ആക്ച്വലി ഈ സമൂഹം എന്താണ് ആഗ്രഹിക്കുന്നതും എന്താണ് നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് നല്ലത് എന്ന് ചിന്തിക്കുമ്പോൾ പല പഴയ ചിന്താഗതികളൊക്കെ മാറ്റി, അല്ലെ പഴയ രീതികളൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കും. അടുത്തത് അതുപോലെ കൺട്രോൾ ബൈ കൊയേഴ്സൺ എന്ന് പറയും. ഇപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഫിസിക്കൽ, അത് ഭൗതികമായിട്ടുള്ള ഒരു ഏജൻസിയാണത്. അതായത് ചില എന്താ പറയുക, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിൻ്റെയോ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഭൗതികമായിട്ടുള്ള ഒരു അധികാര വിനിമയ മാർഗമാണെന്ന് പറയുന്നത് കൺട്രോൾ ബൈ കൊയേഴ്സൺ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ചില നിയമങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടി വരുന്ന സമയത്ത്, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനെങ്കിലും എതിർത്ത് നമ്മളൊക്കെ നീക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലവിൽ ഉള്ള ഒരു കാര്യത്തിനെ നമ്മളതിന് റിബലായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ഒരു ഏജൻസി നിയമപരമായിട്ട് നമ്മിൽ നിന്നും വളരെ നമ്മളെ കൊണ്ട് അതിനെ അനുസരിപ്പിക്കുന്ന ഒരു രീതിയും കൂടെ വരാറുള്ളതാണ് കൺട്രോൾ ബൈ കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പോലീസ് അല്ലേ, അതുപോലെ തന്നെ ഇപ്പൊ പോലീസ് വളരെ ഇപ്പൊ ജനമൈത്രി എന്ന് പറയുന്ന ഒരു പോലീസ് അല്ലേ, പണ്ടത്തെ പോലീസ് സ്റ്റേഷനല്ലേ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ. പണ്ടത്തെ പോലീസ് സ്റ്റേഷനേക്കാൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന വാക്കിൽ കൂടെ അതിന്റെ മാറ്റം വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ അവിടെ ചെന്നിട്ട് തന്റെ പ്രശ്നങ്ങൾ പറയാനായിട്ട് പറ്റുകയാണ്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമവായത്തിന്റെ ഒരു നിലവാരം അവിടെ, ഒരു ചട്ടക്കൂടുകൾ അവിടെയും ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റം, ആചാരങ്ങൾ, അതും വളരെ അനൗപചാരികമായ ഒരു സംഭവമാണ്. അപ്പം ഇത് വളരെ ബോധപൂർവമല്ല ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ചെറുപ്പകാലം മുതലേ, കൊച്ചു കുട്ടികളായിരിക്കുന്ന കാലം മുതലേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കാണുന്ന ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും അനൗപചാരികമായിട്ട് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊരു ഗ്രാമീണ സമൂഹത്തിന് വളരെ
പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ സമൂഹത്തിൽ വളർന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിലപ്പോൾ ഒരു സാമൂഹിക നിയന്ത്രണത്തിന് നമ്മെ സഹായിച്ചേക്കാം. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അനൗപചാരികമായിട്ടുള്ളൊരു മാറ്റം. മറ്റൊരു ഏജൻസി എന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു ഏജൻസി എന്ന് പറയുന്നത് മതമാണ്. മതം. അപ്പം എല്ലാവർക്കും, എല്ലാ മനുഷ്യരും ഏതെങ്കിലും മതങ്ങളിൽ ഒക്കെ വിശ്വസിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും മതങ്ങൾ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ശക്തിയിൽ വിശ്വസിപ്പിക്കപ്പെടുന്നതുകൊണ്ട് എല്ലാ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ മനുഷ്യന് അതീതമായിട്ടുള്ള ചില ശക്തികളാണ് മനുഷ്യനെ. അപ്പം ദൈവവിചാരം എന്ന് നമുക്ക് വളരെ ചുരുക്കി അതിനെക്കുറിച്ച് പറയാം. ഈ ദൈവവിചാരം എന്ന് പറയുമ്പോൾ മനുഷ്യനും ഈ അമാനുഷികമായിട്ടുള്ള പവറും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത്. അതിനെ നമ്മൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഒരു ദൈവഭയം എന്ന അടിസ്ഥാനത്തിൽ ഒരു നല്ല ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത നമ്മിൽ ദൃശ്യമായാൽ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ചിലര് തെറ്റുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ദൈവം കാണും എന്ന് ചിന്തിക്കും. അപ്പൊ ആ ഒരു ചിന്ത, അതായത് ചെറുപ്പകാലങ്ങളിലൂടെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഈ മതപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ പഠിച്ചു വരുന്ന, അപ്പൊ ആ ആചാരങ്ങളൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പല തെറ്റായ പ്രവൃത്തികളും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തോന്നും, ഓ ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല, ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ദൈവനിഷിദ്ധമാണ്, അത് നല്ലതല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു നന്മയ്ക്ക് അത് ചേരില്ല. അപ്പൊ ഇതും ഒരു സാമൂഹിക നിയന്ത്രണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന മതപരമായ ഒരു കോഡിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഈ സാമൂഹികമായ ഒരു നിയന്ത്രണത്തിന് അത് അടിസ്ഥാനമാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അതും ഒരു പരിധിവരെ ഒരു സാമൂഹിക നിയന്ത്രണത്തിന്, അതായത് മതവും സാമൂഹിക നിയന്ത്രണത്തിന് ഒരു നല്ല ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് കൺട്രോൾ ബൈ മൊറാലിറ്റി, അതായത് നമ്മുടെ ധാർമ്മികത. ഓരോ പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തും അതിൽ ഈ ധാർമ്മികതയ്ക്കൊരു പ്രത്യേകത, ധാർമ്മികതയും മതവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ധാർമ്മികതയും മതവുമായിട്ട്. അപ്പം ഈ ധാർമ്മികതയിൽ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു വേർതിരിവുണ്ട്. നല്ലതും ചീത്തയും എന്ന് പറയുന്ന ഒരു വേർതിരിവുണ്ട്. നല്ലതും ചീത്തയും. അപ്പം ഈ നന്മയും തിന്മയും ഇത് തിരിച്ചറിയാനുള്ള ഒരു ധാർമ്മികത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നന്മയുടെ ഭാഗത്ത് നിൽക്കാനാണ് എല്ലാ മനുഷ്യരും ശ്രമിക്കുക. കാരണം മറ്റത് തിന്മയാണെന്നും തെറ്റാണെന്നും നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മതത്തിന്റെ ചില അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ആയിരിക്കാം ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോയെങ്കിൽ പോലും നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആ ഘടകമെന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള പരിഷ്കരണത്തിന് അല്ലെങ്കിൽ സാമൂഹികമായ നിയന്ത്രണത്തിന് അടിസ്ഥാനമായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാല്യകാലത്തിൽ നിന്നും ഒരു മനുഷ്യൻ അതിൻ്റെ എല്ലാ രൂപാന്തരങ്ങളിലൂടെയും ഒരു ഉയർന്ന സാമൂഹിക ജീവിയായി മാറുന്ന കാലഘട്ടത്തിൽ അയാൾ ആർജിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളും അയാളുടെ എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നത് ഈ സമൂഹത്തിലേക്ക് തന്നെയാണ്. അപ്പം ഒരു സമൂഹത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ വ്യക്തികളെയും, അതായത് ഒരു കുഞ്ഞു മുതൽ അതിൻ്റെ വളർച്ചയുടെ എല്ലാ കാലഘട്ടത്തിലും ആ കുഞ്ഞിന് ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ നല്ല അനുഭവത്തിലൂടെ മുന്നേറാനായിട്ട് സാധിച്ചാൽ നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ പൗരന്മാരാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നാളത്തെ സമൂഹത്തിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സുകളിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ഉപയുക്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു. നന്ദി.